സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം ലഭിച്ചു. ട്രഷറിയിൽ നിന്ന് പണം നേരിട്ട് പാസ്സാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രീതി. അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബില്ലുകൾ സെക്രട്ടേറിയറ്റിനുള്ളിലെ ട്രഷറിയിലെത്തി അത് പാസ്സാക്കി അവരുടെ ട്രഷറി സേവിംഗ് അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു. ഈ പണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. അതിനിടെ ശമ്പളം നൽകാൻ അടിയന്തരമായി പണം കണ്ടെത്താനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം ദിനവും ശമ്പള വിതരണം നടക്കാതായതോടെ ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ്. IAS, IPS ഉദ്യോഗസ്ഥർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. കഴിഞ്ഞ മാസം ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു കേരളം. 1600 കോടി വരെ ഓടി കിട്ടി. അതിനുശേഷം 1600 കോടിയുടെ റിസർവ് ബാങ്ക് സഹായവും വാങ്ങിയെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ 3200 കോടിയുടെ ബാധ്യത ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും 4000 കോടി കിട്ടിയെങ്കിലും അത് 3200 കോടിയുടെ ബാധ്യതയിൽ തട്ടിക്കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഖജനാവിൽ പ്രതിസന്ധി വന്നത്. ജീവനക്കാർക്കും ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രം ഏതാണ്ട് 3500 കോടി വേണ്ടിവരും. പെൻഷൻകാർക്ക് ഉടൻ പണം നൽകുമെന്നാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ നിർദ്ദേശം നൽകി. ഇനി തിങ്കളാഴ്ചയെ പണം ലഭിക്കൂ എന്നാണ് ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണം ഇല്ലാതെ വന്നതോടെയാണ് ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചത്. അക്കൗണ്ടിൽ പണം എത്തിയെങ്കിലും ജീവനക്കാർക്ക് പിൻവലിക്കാൻ കഴിയുന്നില്ല. ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെത്തുന്ന ശമ്പളം അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. EDSEBയിൽ പണം എത്തിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോയില്ല. എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ല പണം പോകുന്നത്. അവർ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പണം കൈപ്പറ്റാനുള്ള സംവിധാനത്തിൽ തുടരുന്നവരാണ്. സർക്കാർ ജീവനക്കാരിൽ നിലവിൽ 1% താഴെ മാത്രമുള്ളവർ ഈ രീതി പിന്തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. അവർക്ക് 1-ാം തീയതി ശമ്പളം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ്, റവന്യൂ, പോലീസ്, എക്സൈസ്, പൊതുമരാമത്ത്, ട്രഷറി, GST തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം ലഭിക്കുന്നത്. അധ്യാപകർക്കാണ് ഇന്ന് ശമ്പളം ലഭിക്കേണ്ടത്. അതും അവതാളത്തിലാകും. 5 ലക്ഷം പെൻഷൻകാരുടെ പണം ഇന്നലെ കൈമാറി. ഇന്ന് പണം പിൻവലിക്കാമെന്ന് അധികൃതർ പറഞ്ഞു. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാണ്. സാമൂഹിക ക്ഷേമ പെൻഷൻ 7 മാസമായി കുടിശ്ശികയാണ്. ജീവനക്കാരുടെ 7 ഗഡു DAയും കുടിശ്ശികയാണ്. ശമ്പളം മുടങ്ങിയതിൽ ഭരണപക്ഷ സംഘടനകൾക്കും അമർഷമുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും 4000 കോടി കിട്ടിയിട്ടും കേരളത്തിൽ 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി എന്നതാണ് വസ്തുത. രണ്ടാം ദിനവും അതേ സ്ഥിതി തുടരുന്നു. ട്രഷറിയിൽ ശമ്പള ബില്ല് പാസ്സാക്കുന്നുണ്ടെങ്കിലും ശമ്പളവും പെൻഷനും എത്തേണ്ട അക്കൗണ്ട് ETSB വഴി നിശ്ചലമായിട്ടിരിക്കുകയാണ്. ശമ്പളവും പെൻഷനും ഓരോരുത്തരുടെയും ETSEB അക്കൗണ്ടിലേക്കാണ് ആദ്യം എത്തുന്നത്. അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. ഇതെല്ലാം സോഫ്റ്റ്വെയർ സഹായത്തോടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകാറില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ETSEB നിശ്ചലമാക്കിയത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നില്ല.